നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ, ഉന്നത സ്ഥാനലബ്ധി, ധനപരമായ നല്ല സമയം, കഠിനമായി പരിശ്രമിക്കുവാൻ കഴിയും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. സുഹൃത്തുക്കളുമായി അകലാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കുടുംബത്തിൽ നിന്നും അകന്ന് കഴിയേണ്ടി വരും. വിശ്രമക്കുറവ് ഉണ്ടാകും. തൊഴിൽ രംഗത്ത് സുരക്ഷിതത്വമില്ലായ്മ വന്നു ചേരും. മുറിവോ ചതവോ പറ്റുവാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ശത്രുക്കളുടെ മേൽ വിജയിക്കുവാൻ സാധിക്കും. നേതൃത്വ പദവി ലഭിക്കും. കിട്ടാക്കടം ലഭിക്കുന്നതായിരിക്കും. മനസ്സിനെ ചഞ്ചലമാക്കിയ സംഗതികൾ പിന്നീട് അനുകൂലമാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പണച്ചിലവ് അധികരിക്കും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത. യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. തിക്താനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം സംജാതമാകും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. മനസ്സ് അസ്വസ്ഥമാകും. ബിസിനസ്സിൽ തിരിച്ചടികൾ ഉണ്ടാകും. തൊഴിൽ നഷ്ടത്തിന് സാധ്യത. യാത്രയിൽ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. വാഹന സൗഭാഗ്യം ഉണ്ടാകും. തൊഴിലിൽ മേന്മ വന്നു ചേരും. പേരും പെരുമയും വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സന്താനങ്ങൾ മൂലം അഭിമാന വർധനവ് ഉണ്ടാകും. ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കർഷകർക്ക് ലാഭം, അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് മകം നക്ഷത്രമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ മൂലം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. രോഗശാന്തി അനുഭവത്തിൽ വരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. പിതൃസ്വത്ത് അനുഭവത്തിൽ വരും. അകന്നു നിന്നവർ അടുക്കുന്നതായിരിക്കും. ബന്ധുക്കൾ അനുകൂലരാകും. ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതായിരിക്കും. ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക നേട്ടം. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ധന അഭിവൃദ്ധിയുടെ സമയമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ വരുമാനങ്ങൾ വന്നു ചേരും. വിദേശ യാത്ര മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സ്വന്തം സ്ഥാപനത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും. ആകർഷകമായി സംസാരിക്കുവാൻ സാധിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. പ്രതിയോഗികളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തും. ആഗ്രഹപ്രാപ്തി ഉണ്ടാകും. യാത്രയിൽ നേട്ടം. വ്യാപാരികൾക്ക് നല്ല സമയം. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ദമ്പതികൾ കലഹവും അകൽച്ചയും ഒഴിവാക്കി സ്നേഹത്തോടു കൂടി പെരുമാറും. യാത്ര മൂലം ഗുണമുണ്ടാകും. കൃഷിയിലൂടെ നേട്ടം ലഭിക്കും. സ്ത്രീകൾക്ക് സമ്മാനാദി ലാഭം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനാകും. വളരെ കാലമായി കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ സഫലമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. നിലനിന്ന തടസ്സങ്ങളും മറ്റും പരിഹരിക്കപ്പെടും. തൊഴിലിൽ നേട്ടം ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. എല്ലാവരിലും സംശയം ഉടലെടുക്കും. സ്വത്തർക്കം ഉണ്ടാകും. പണം മറ്റുള്ളവർക്ക് കൊടുത്താൽ തിരികെ ലഭിക്കുവാൻ സാധ്യതയില്ല. അടുത്തത് മൂലം നക്ഷത്രമാണ്. പങ്കാളിക്ക് രോഗദുരിതങ്ങൾ, അലച്ചിലും കഷ്ടപ്പാടും വന്നു ചേരും. ധനപരമായ അനിശ്ചിതത്വം ഉണ്ടാകും. വിവാഹ ആലോചനകൾ മുടങ്ങുന്നതായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. അലർജി മൂലം വിഷമിക്കും. വിലപിടിപ്പുള്ള പല വസ്തുക്കളും നഷ്ടപ്പെടും. വലിയ പ്രതീക്ഷ വെച്ച് ചെയ്ത പല കാര്യങ്ങളും നഷ്ടത്തിൽ കലാശിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. ഭൂമിയിൽ നിന്നും ലാഭം ഉണ്ടാകും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. ഭീരുത്വം അനുഭവത്തിൽ വരും. കുടുംബത്തിൽ കലഹസാധ്യത. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ബന്ധുസഹായം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം ഉണ്ടാകും. മാതാവിന് ധനലാഭം. നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. പൈതൃക സ്വത്തിൽ അവകാശം ലഭിക്കും. ഭാര്യയുടെ ബന്ധുക്കൾ മൂലം നേട്ടങ്ങൾ. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം. പ്രശ്നങ്ങളെ ധീരതയോടുകൂടി നേരിട്ട് വിജയം വരിക്കും. അടുത്തത് ചതയ നക്ഷത്രമാണ്. ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് സ്ഥലം മാറ്റമുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കും. സന്താനങ്ങൾ മൂലം സന്തോഷം ലഭിക്കും. കലാമത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് പുരുരുട്ട നക്ഷത്രമാണ്. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കും. തൊഴിൽ ലാഭം ഉണ്ടാകും. അകന്നു കഴിഞ്ഞവർ അടുത്തു വരും.
വിദേശത്തു നിന്നും നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. അടുത്ത ഉത്രട്ടാ നക്ഷത്രമാണ്. പ്രവർത്തന സംബന്ധമായ നേട്ടങ്ങൾ, അയൽക്കാരുമായി ഉണ്ടായിരുന്ന വാക്കുതർക്കങ്ങൾ എന്നിവ അവസാനിക്കും. കൂടിയ വരുമാനം ലഭിക്കുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. രോഗശമനം വന്നുചേരും. യാത്ര മൂലം ഗുണാനുഭവങ്ങളുണ്ടാകും. ശ്രദ്ധാപൂർവം ജോലി നിർവഹിക്കും. സ്വന്തം പ്രവൃത്തികൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.